ഇത് പിടിച്ചുപറിക്കുകയാണ്. അതായത് റോബറി എന്ന് നമ്മൾ ഇത് പറയാവുന്ന ഒരു ഒഫൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം റോബറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിമിനൽ ആക്ട് കമ്മിറ്റ് ചെയ്യണം. ഒരാൾ തന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് ആരെങ്കിലും ഒന്നിലധികം ആളുകൾ ചേർന്ന് ആളുകളെ ഭീഷണിപ്പെടുത്തി അവരെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പിടിച്ചു പറിക്കുന്നത് റോബറി എന്ന് പറയുന്ന ഒഫൻസിൽ വരും. ഇത് റോബറി തന്നെയാണ്. കാരണം നിന്നെ ഇല്ലെങ്കിൽ അകത്തായി കളയും, നിന്നെ അങ്ങനെ ചെയ്ത് കളയും, ഇങ്ങനെ ചെയ്ത് കളയും എന്നും പറഞ്ഞ് ED അങ്ങോട്ട് അയച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തി അപ്പം അവരെ അത് ഒഴിവാക്കാനായിട്ട് പണം എടുത്തു കൊടുക്കുക കേട്ടോ. കൊടുക്കുന്നതൊന്നുമല്ല, കോടിക്കണക്കിന് രൂപ, 1-2 രൂപ ഒന്നുമല്ല, കോടിക്കണക്കിന്, അത് മതി കൊടുക്കുക. അത് ചിലർ ചെയ്തേക്കുന്നത് എന്താണ്, ചില കമ്പനികൾ കോർപ്പറേറ്റ് ചെയ്തേക്കുന്നത് ഇത് അവർ ആദ്യം വഴങ്ങിയില്ല. അപ്പോൾ അവരുടെ പേരിൽ ED അങ്ങോട്ട് വന്നു, സെർച്ച് നടത്തി, അവരുടെ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇല്ലീഗലായിട്ടുള്ള ഇടപാടൊക്കെ അവരുടെ കാണും. ഇല്ല, അവർ അത് വെളി വരും എന്നുള്ള ഭയത്തിൽ അവർ ഇത് അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ അവർ പണം കൊടുത്ത് ഇടപാട് തീർത്തിട്ടുണ്ട്. അങ്ങനെ ധാരാളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ, അതായത് ഇതിൻ്റെ സ്കീമുണ്ടല്ലോ, ഇലക്ട്രിക് ബോണ്ട് സ്കീം കൊണ്ടുവന്നേക്കുന്നത് ഇത് പരമരഹസ്യമായിട്ട് വെക്കണമെന്നാണ്. കാരണം ഇതാരും അറിയരുത്. ഈ പണം ഇങ്ങനെ പിടിച്ചു പറിക്കാം. ആ പിടിച്ചു പറിക്കുന്ന വിവരം ഒരു മനുഷ്യൻ അറിയരുത്. ആ പിടിച്ചു പറിക്കണമെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ്സുകാർ വിചാരിച്ചാൽ ഈ പണം പിടിച്ചു പറിക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ കയ്യിൽ ED ഇല്ല. അവരുടെ കയ്യിൽ ED ഉള്ളത് ഇപ്പോൾ ആർക്കാന്ന് നമുക്കറിയാം, BJPക്ക് മാത്രമാണ് ED ഉള്ളത്. അതായത് കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കണ്ടുപിടുത്തമായി നടത്തിയേക്കുന്നത് കേട്ടോ. ഇവന്മാർ ഭയങ്കര ബുദ്ധിമാന്മാരാണ്. കാരണം ഇത് അങ്ങോട്ട് കണ്ടുപിടിച്ചു, ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള രീതിയിൽ. അതെന്തിനെന്നറിയോ പറഞ്ഞത്? ഇതിൻ്റെ ഉദ്ദേശം അഴിമതി മാറ്റാനാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും അറിയാതെ പണം പിടിച്ചു പറിക്കുന്നതാണ് അഴിമതി മാറ്റുന്നതിനുള്ള പരിപാടി. അപ്പോൾ അഴിമതി എന്ന് പറയുന്നത് ഈ ജനങ്ങൾ അറിയരുതല്ലോ. ജനങ്ങൾ അറിയാതിരിക്കുന്ന അഴിമതിയാണ് ഈ പണം പിടിച്ചു പറിക്കുന്ന ഇടപാടാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഇടപാട് ഇപ്പോൾ കൊണ്ടുവന്ന സ്കീം. അത് ആർക്കൊക്കെ വേണമെങ്കിലും കൊടുക്കാം. ഈ സ്കീം അനുസരിച്ച് കിട്ടുന്ന ബോണ്ട്, ആ ബോണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കാം. അതിന് പ്രശ്നമൊന്നുമില്ല. കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആ ബോണ്ട് അവർക്ക് എൻകാഷ് ചെയ്തെടുക്കാം. ഈ പറയുന്ന പാർട്ടിക്ക് വേറൊരാൾക്ക് എൻകാഷ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഒരു ബോണ്ട് ഇപ്പം എൻ്റെ കിട്ടി, എനിക്കല്ലാതെ എൻകാഷ് ചെയ്യാൻ ഒക്കുള്ളൂ. അത് പൊസഷനിലുള്ള എനിക്കല്ലേ എൻ്റെ നിന്ന് മോഷണം പോകണം, ആ രീതിയിലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? എന്തിനാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ അഴിമതി ഒഴിവാക്കാനാന്ന് പറഞ്ഞു. അഴിമതി ഒഴിവാക്കുന്നതാണോ? പരസ്യമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഡിക്ലെയർ ചെയ്തതിന് ശേഷം കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ, അതായത് അവർക്ക് കൊടുക്കുന്ന സംഭാവന. ഈ സംഭാവന ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ 80 അതായത് 80 GGB അതിനകത്ത് വരും, അതിൻ്റെ അകത്ത് വരും. അത് അനുസരിച്ച് അതിന് ടാക്സ് എക്സംപ്ഷൻ ഉള്ള സാധനമാണ്. അപ്പം ഇതുപോലെ രഹസ്യമായിട്ട് ഒളിച്ചു കൊടുക്കേണ്ടത് ഒരാവശ്യമില്ല. ഈ ഒളിച്ചു കൊടുക്കുന്നതിനും ടാക്സ് കൊടുക്കണ്ട, പരസ്യമായിട്ട് കൊടുക്കുന്നതിനും ടാക്സ് കൊടുക്കണ്ട. അപ്പം പിന്നെ ഇത് പരസ്യമായിട്ട് കൊടുത്താൽ എന്താണ്? അന്നേരം അഴിമതി വരും. രഹസ്യമായിട്ട് കൊടുത്താൽ അഴിമതി വരത്തില്ല. ഈ കാഴ്ചപ്പാടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഭോഷന്മാരാണ് ഇന്ത്യയിലുള്ള ജനങ്ങൾ എന്നുള്ള ഒരു ധാരണയിലല്ലേ. സത്യമാണ്, ഭോഷന്മാരാണ്, അല്ലെങ്കിൽ ഇവരൊന്നും അധികാരത്തിൽ വരത്തില്ല. അതാ കാര്യം. അപ്പോൾ ആ കാഴ്ചപ്പാടോടുകൂടി മാത്രം കൊണ്ടുവന്ന ഒരു സാധനമാണിത്. കൊണ്ടുവന്നപ്പോൾ അവസാനം എന്താ? ഇത് സുപ്രീം കോടതി തന്നെ ചലഞ്ച് ചെയ്തു, കോടതി വിധി കൊടുത്തു. അതായത് ജനങ്ങൾക്ക് ഇത് പൗരന്മാരുടെ ആർട്ടിക്കിൾ 14, അത് 19, അതുപോലെ ആർട്ടിക്കിൾ 21 എഗൻസ്റ്റ് ആണ്, ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിച്ചു. എന്നിട്ട് പറഞ്ഞു 2019 മുതൽ ഈ സാധനം ഇത് ഇഷ്ടംമാതിരി വാങ്ങിയിട്ടുണ്ട്. 2019 വാങ്ങണമെങ്കിൽ ആരാണെന്ന് നമുക്കറിയാമല്ലോ, വാങ്ങിയിട്ടുണ്ട്. അത് ആരൊക്കെ വാങ്ങി, ബോണ്ടുകൾ വാങ്ങി, ഇത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തു, അവരാരൊക്കെ എൻകാഷ് ചെയ്തു എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തരണം എന്ന് പറഞ്ഞു. മാർച്ച് 6 കൊടുത്തോണം. ECIക്ക് കൊടുക്കണം. ECI ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ECI അത് അവരുടെ വെബ്സൈറ്റിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യണം. തീർന്നു. ഇത് മനസ്സിലാക്കിയപ്പം വലിയ പ്രശ്നമായി. കാരണം ഇതൊരു വലിയ നാണക്കേടാവും, പ്രശ്നമാവും. ഇലക്ഷൻ അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പണം പിടിച്ചു പറിച്ചേക്കുന്ന വിവരമൊക്കെ പൊതുജനങ്ങൾ അറിയും. അതറിയരുത്. അതിനു വേണ്ടി ഉള്ള പണിയാണ് ഇത്. ഇപ്പം എന്ത് ചെയ്യാനൊക്കും? ഇനി ഇതിൽ നിന്ന് ഊരാനൊരു മാർഗമില്ല. അപ്പോഴാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കൊണ്ട് ഒരു പണി ചെയ്യിപ്പിക്കുന്നത്. എന്താ? ഇത് ജൂൺ 30, അതായത് ഇലക്ഷനും ഒക്കെ കഴിഞ്ഞ് വോട്ടും എണ്ണി എല്ലാം തീർന്നു കഴിഞ്ഞതിന് ശേഷം ഇത് കാണിക്കാമെന്ന്. കാരണം ഈ ഇലക്ഷന് ഏതായാലും അടുത്ത ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് ആളുകൾ ഇത് മറന്നു പോകും. അപ്പോൾ ഈ ഇലക്ഷന്
ഇത് ഓർത്തിരിക്കരുത്, പച്ച പിടിച്ച് ഞങ്ങളുടെ മനസ്സിൽ നിൽക്കരുത്. അതിനുള്ള പരിപാടിയാണ്. ജൂൺ 30 ഞങ്ങൾ കൊടുത്തോളാം, 30 വരെ സമയം വേണമെന്ന് സ്റ്റേറ്റ് ബാങ്കിനെ കൊണ്ട് ചോദിപ്പിച്ചു. അതിപ്പോൾ പറയുന്നത് എന്താ, സ്റ്റേറ്റ് ബാങ്ക് അവർ വേറെ സ്റ്റേറ്റ് ബാങ്ക് ചോദിച്ചതിന് ഞങ്ങളെന്ത് ചെയ്യാക്കും? ഞങ്ങളാരും പറഞ്ഞല്ല. ഗവൺമെൻറ് ബാങ്ക് ഗവൺമെൻറ് അറിയാതെ ഇത് ചെയ്തെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ചെയ്തോട്ടെ, കുഴപ്പമില്ല. ഏതായാലും സുപ്രീം കോടതി ഇന്നലെ അത് അത്രയും നല്ല ശക്തമായൊരു തീരുമാനം എടുത്തു. അതായത് വളരെ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന, ജുഡീഷ്യറിയുടെ അധികാരം ഉറപ്പിക്കുന്ന, ജുഡീഷ്യറിയുടെ കടമ നിറവേറ്റുന്ന ഏറ്റവും വലിയൊരു വിധി എന്ന് വേണം പറയാൻ. ഇന്നലെ സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. ഈ വിവരങ്ങൾ പറഞ്ഞ വിവരങ്ങൾ നേരെ ECIക്ക് കൊടുത്തോണം, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് കൊടുക്കണം. ECI അത് വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ്, അതായത് ഈ 3 ദിവസത്തിനകത്ത് ഇത് അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തോണമെന്ന് പറഞ്ഞു. ഇത് ഇങ്ങനെ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയാൽ ബാക്കിയുള്ള നടപടികൾ എന്താണെന്ന് ഉള്ളതും വെളിവാക്കിയിട്ടുണ്ട്. ഇതാണ് പ്രശ്നം. ഇത് വന്നപ്പോഴത്തേക്ക് വോട്ടായി. നോക്കിയപ്പോൾ ഇനി ഇതിൽ നിന്ന് എങ്ങനെ ഊരാം? അപ്പോൾ ഇതിപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ ഇത് കള്ളന്മാരാണ് എന്ന് കൊണ്ടുവരും. ഞങ്ങൾ കള്ളന്മാരാണ് ഇത്ര വാങ്ങിച്ചു. ഏതാണ്ട് 335 കോടി രൂപ ഈ ബാങ്ക് വഴി അല്ലാതെ ക്യാഷായിട്ട് വാങ്ങിയിട്ടുണ്ട്. ഇനി പിന്നെ അത് കൂടാതെ ഈ ഏതാണ്ട് എത്ര 6500 കോടി രൂപ എന്ന് ഇന്നലെ ഇവരുടെ വക്താവാന്ന് പറയുന്ന രീതിയിലുള്ള ഒരാളിരുന്ന് പറയുന്നത് കേട്ടോ. അത് 6500 കോടി രൂപയേ ഉള്ളൂ, 1000 കോടി രൂപ കോൺഗ്രസിനാണ്, അവരെന്തിനു വാങ്ങിച്ചെന്നാണ്. 1000 കോടി രൂപ കോൺഗ്രസിന് കിട്ടി, അവരെന്തിനു വാങ്ങിച്ചു? BJPക്ക് 6500 കോടിയേ കിട്ടിയുള്ളൂ. മനസ്സിലായില്ലേ? ഇത് പറയുന്നതാണ്. ഇത് ഒരാളിരുന്നുകൊണ്ട് പുലമ്പുന്നത് ഞാൻ കേട്ടതാണ്. 6500 കോടിയെ BJPക്ക് കിട്ടിയുള്ളൂ, കോൺഗ്രസിന് 1000 കോടി രൂപ കിട്ടിയെന്ന് കേട്ടോ. ഏതവനൊക്കെ കിട്ടിയാൽ ഇത് കിട്ടിയെന്ന് പുറത്തറിയട്ടെ. അവരാരും പറയുന്നില്ലല്ലോ ഞങ്ങളുടെ അത് പുറത്ത് പറയില്ലേ എന്ന്. രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കാം, ഇതുപോലെ പണം കൊടുക്കാനായിട്ട് നമ്മുടെ ഈ പൗരന്മാരോ കോർപ്പറേറ്റ് എൻറ്റിറ്റിക്കോ ഒക്കെ അധികാരം കൊടുത്തിട്ടുണ്ട്. എൻറ്റിറ്റിക്ക് അങ്ങനെയുള്ള അവകാശമുണ്ട്. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് അതിന് എക്സംഷൻ ഉണ്ട്. ഇതെല്ലാം വരും. അപ്പോൾ അങ്ങനതൊക്കെ വരുന്ന ഉടനെ ഉള്ള പണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ 6500 കോടിയേ കിട്ടിയിട്ടുള്ളൂ, അവർക്ക് 1000 കോടി കിട്ടിയെന്നാണ് കേട്ടോ പറയുന്നത്. ഈ 1000 6500 കോടിയും തമ്മിലുള്ള വ്യത്യാസം എന്തുവാന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാൻ വയ്യെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് മനസ്സിലാക്കും എന്ന് കണ്ടുകൊണ്ട് ഇത് അവർക്കൊരു തിരിച്ചടിയാവുമല്ലോ, ഉറപ്പായിട്ടാവും. കാരണം ഇത് ഇത്രത്തോളം പണം പറ്റുന്നതാണ് ഇവരെല്ലാം. അത് പുറത്ത് ആളുകൾ അറിയും, ജനങ്ങൾ അറിഞ്ഞു വരും. മാത്രമല്ല, കോൺഗ്രസ് ആരെയും ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചിട്ടില്ല. നേരെ മറിച്ച് ഇവർ ED അയച്ച് ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചേക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അതിൻ്റെ പേര് വിവരം പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ കമ്പനികളിൽ റെയ്ഡ് നടന്നു, ആ റെയ്ഡ് നടന്നു കഴിഞ്ഞ ഉടനെ ഈ പണം കൊടുത്തു എന്ന് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നടപടികളിൽ നിന്ന് ഒഴിവാവാൻ കൊടുത്തതാണെന്ന് ഉള്ള വേറെ വെളിവാവും, ഒരു സംശയം വേണ്ട. അതല്ല, ഇതിനു മുമ്പ് EDയുടെ അങ്ങോട്ട് ചെല്ലുന്നു, നോട്ടീസ് ചെല്ലുന്നു, അതിന് മുമ്പ് പണം കൊടുത്ത് ബാക്കി അന്വേഷണത്തിന് മുമ്പ് പണം കൊടുത്താലും ഇത് ഭീഷണിയാണെന്നുള്ളത് ഉറപ്പാവും. അപ്പോൾ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിച്ച് റോബറിയാണ് നടത്തിയേക്കുന്നത്. അത് വെളിവാവും എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഇനി എങ്ങനെ ഇതിൽ നിന്ന് ഊരണം. അപ്പോൾ ഇന്നലെ സുപ്രീം കോടതി ഇതങ്ങ് പറഞ്ഞു കഴിഞ്ഞു. ഉടനടി അടുത്ത ബോംബ്. കാര്യം ഈ നായ്ക്കൾ കടികൂടും, ബഹളം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ശല്യം മാറാൻ എന്തായെന്നറിയോ? ഈ ഗ്രാമങ്ങളിലൊക്കെ ജനങ്ങൾ ചെയ്യുന്നൊരു പണിയുണ്ട്. എല്ലുണ്ടല്ലോ, എല്ലും കഷണം എടുത്ത് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും. ആദ്യം കിടന്ന് നായ അങ്ങ് കടിക്കും. അപ്പോൾ ജനങ്ങൾക്ക് ശല്യമില്ല. ഈ എല്ല് കടിച്ച് കൊണ്ട് കിടക്കുന്നതല്ലാതെ വേറെ ഉപദ്രവം മറ്റവർക്കില്ല എന്ന് പറയുന്നത് പോലെ ഈ ജനങ്ങളുടെ ശ്രദ്ധ, ഇവിടെ ജനങ്ങളെ നായ്ക്കളായിട്ടാണ് ഇവർ കാണുന്നത്. ആ നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു എല്ലും കഷണമാണ് ഇപ്പോൾ CAA നടപ്പാക്കി കൊണ്ടുവന്നേക്കുന്ന റൂൾസ് ഫോം ചെയ്ത് അത് നടപ്പാക്കിയത്. അതിൻ്റെ കാരണം അതാണ്.